അല്ല ഞാൻ ആ സംഭവ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. പോലീസ് വലിയ പ്രകോപനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾ പറയുന്ന ദൃശ്യവും ഞാൻ കണ്ട ദൃശ്യവും ഒന്നാണെങ്കിൽ ഏതോ ഒരു ചെറുപ്പക്കാരുടെ കയ്യിലുള്ള പ്ലാസ്റ്റിക് ബോട്ടിൽ നിങ്ങൾക്ക് പരിശോധിക്കാം. ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ എറിയുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഞങ്ങൾ അതിനെപ്പോലും ന്യായീകരിക്കുന്നില്ല. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, അല്ലല്ലല്ല, ഞാൻ അവിടെ സ്ഫോടനം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു മിനിറ്റ്. അല്ല, ബോട്ടിൽ എറിയുന്ന വിഷ്വൽ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. അത് കാലി ബോട്ടിലാണ്. പക്ഷേ ഇവിടെ എന്താ വിഷയം? MP-യെ ബോധപൂർവം അടിച്ച് അദ്ദേഹത്തിൻ്റെ മൂക്കിനുൾപ്പെടെ മൂക്കിൽ നിന്ന് രക്തം വരുന്നു, തലക്കടിക്കുന്നു, അദ്ദേഹത്തിന് മാരകമായിട്ടുള്ള പരിക്കേൽക്കുന്നു. ആ സമയത്ത് അവിടെയുള്ള ഏതോ പ്രവർത്തകൻ കയ്യിലുള്ള കാലി ബോട്ടിൽ എറിഞ്ഞു. അതിനെയാണ് അവർ സ്ഫോടക വസ്തു. അങ്ങനെയാണെങ്കിൽ അവിടെയുള്ള പോലീസുകാർ, നിങ്ങൾ നോക്കേണ്ടത്, ആ ബോട്ടിൽ വരുമ്പോൾ അവിടെ താഴത്ത് പ്രതിഷേധക്കാരുണ്ട്, ഇപ്പുറത്ത് പോലീസുകാരുണ്ട്, എല്ലാവരും ഉണ്ട്. ഇത് ആ സമയത്തുണ്ടായതല്ലല്ലോ. അങ്ങനെ ഒരു സ്ഫോടക വസ്തു ആയിരുന്നെങ്കിൽ ഒന്നിൽ നിൽക്കുകയായിരുന്നോ? അങ്ങനെ ഒരു മിനിറ്റ്, അങ്ങനെ ഒരു സ്ഫോടക വസ്തു ആയിരുന്നെങ്കിൽ അതിൻ്റെ കാഷ്വാലിറ്റി എന്താകുമായിരുന്നു? ഇനി അങ്ങനെ ഒരു സ്ഫോടക വസ്തു ഉണ്ടായിരുന്നെങ്കിൽ ആ ദിവസം അവിടെ റെയ്ഡ് നടക്കില്ലേ? അങ്ങനെ ഒരു സ്ഫോടക വസ്തു ഉണ്ടായിരുന്നെങ്കിൽ മണിക്കൂറുകൾക്കപ്പുറത്തെങ്കിലും ഈ പറയുന്ന എല്ലാ വിഭാഗക്കാരും പരിശോധനക്കാരും എത്തില്ലേ? ഇതൊന്നുമില്ല എന്ന് വ്യക്തമല്ലേ? ഇതൊക്കെ CPM-ൻ്റെ തിരക്കഥ. ദയവേത് കേരളത്തിൻ്റെ സമൂഹത്തിൽ തിരിച്ചറിയുന്നുണ്ട്. മാധ്യമപ്രവർത്തകർ അതൊക്കെ തിരിച്ചറിയണമെന്ന് സൂചിപ്പിക്കാനുള്ളൂ. ഞാൻ കണ്ടത് സ്ഫോടനം നടക്കുന്നതായിട്ടുള്ള വിഷ്വലല്ല, ഒരു കുപ്പി എറിയുന്ന വിഷ്വൽ. ഇതാ സ്ഫോടക വസ്തു എറിയുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് കണ്ടു. അത് അത്തരം വിഷ്വലിൻ്റെ ഇപ്പോഴത്തെ കാലമാണല്ലോ, എങ്ങനെ എഡിറ്റ് ചെയ്തു എന്ന് അവർ പരിശോധിക്കട്ടെ. ഞങ്ങളെ കയ്യിലുള്ള വിഷ്വൽ ഞങ്ങൾ ഒരു മിനിറ്റ്, ഞങ്ങളെ കയ്യിലുള്ള വിഷ്വൽ പോലീസ് എറിയുമ്പോൾ കൃത്യമായിട്ട് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് വന്ന് ബോംബ് പൊട്ടിത്തെറിക്കുന്ന പോലെ തെറിക്കുന്ന വിഷ്വൽ നിങ്ങളുടെ മുമ്പിൽ നാളെ ഞങ്ങൾ അവതരിപ്പിക്കും. പോലീസ് എറിയുന്നതാണ്. നിങ്ങൾക്കേത് ഇടത്ത് നിന്നും ആ വിഷ്വൽ പരിശോധിക്കാം. ഓക്കെ, ആ വിഷയം പറയാം. പേരാമ്പ്രയിൽ ആ രീതിയിലുള്ള വേട്ടയാടലുകൾ അവസാനിപ്പിക്കണമെന്ന് തന്നെയാണ് പോലീസിനോട് പറയാൻ ആഗ്രഹിക്കുന്നത്. അല്ലേ, ഇപ്പോൾ സംഘടനാ തെരഞ്ഞെടുപ്പ് സ്വാഭാവികമായിട്ട് 2-3 ആളുകൾ തമ്മിലുള്ള മത്സരമാണെന്ന് അറിയാം. ഞങ്ങൾ ഒരു സ്ഥാനാർത്ഥി, ഇപ്പോൾ ഞങ്ങളൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ ശ്രീ PC വിഷ്ണുനാഥ് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായപ്പോൾ, അല്ലെങ്കിൽ ശ്രീ വിഷ്ണുനാഥ് അദ്ദേഹത്തിൻ്റെ കാലം തൊട്ടാണ് സംഘടനാ തെരഞ്ഞെടുപ്പിലേക്ക് വന്നത്. ശ്രീ PC വിഷ്ണുനാഥ് സംഘടനാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോഴും, അതിനുശേഷം ശ്രീ ഡീൻ കുര്യാക്കോസ് മത്സരിച്ചപ്പോഴും, പിന്നീട് ശ്രീ ഷാഫി പറമ്പിൽ മത്സരിച്ചപ്പോഴും, പിന്നീട് ശ്രീ രാഹുൽ പ്രസിഡൻ്റായപ്പോഴൊക്കെ ഞങ്ങളെ സംബന്ധിച്ച് ഒരു സ്ഥാനാർത്ഥി ഉണ്ടാകുമ്പോൾ ഒരു സ്ഥാനാർത്ഥിയാണ്. ആ സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഞങ്ങളൊക്കെ സ്ഥാനാർത്ഥികളാകുക എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ രാഹുൽ മത്സരിച്ചപ്പോൾ ഞങ്ങളൊക്കെ രാഹുലിന് വേണ്ടി മത്സരിക്കുമ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ആളുകളാണല്ലാതെ അതുകൊണ്ട് കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചില്ല എന്നുള്ള വിഷയം അതൊന്നും ഒരു മറ്റെന്തെങ്കിലും ആണെന്ന് ഞാൻ കരുതുന്നില്ല. ഇല്ലല്ല, ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ദയവേത് എൻ്റെ മാധ്യമ പ്രവർത്തകരോട് ഞാനത് ഇവിടെ വെച്ച് പറയുകയാണ്. ഒരു പക്ഷേ ഒരു അഭ്യർത്ഥന കൂടിയാണ്. അപ്പോൾ ഇന്നും ഇന്നലെയൊക്കെ പല മാധ്യമങ്ങളും മിനിറ്റ് വെച്ച് എന്തെങ്കിലും സെക്കൻഡുകൾ വെച്ച് റീലുകൾ വരികയാണ്. കോൺഗ്രസിൽ എന്തോ അതൃപ്തി, കോൺഗ്രസിൽ തർക്കം. പ്രിയപ്പെട്ട എൻ്റെ മാധ്യമ സഹപ്രവർത്തകരോട്, ഞാൻ 5 കൊല്ലക്കാലം KSUവിൻ്റെ പ്രസിഡൻ്റായി, തെരഞ്ഞെടുപ്പിലൂടെ പ്രസിഡൻ്റായി പ്രവർത്തിക്കാൻ സാധിച്ചതാണ്. ഈ സംഘടന എന്താണ് എന്നുള്ള കൃത്യമായ ബോധ്യം എനിക്കുണ്ട്. എനിക്ക് എന്തെങ്കിലും അഭിപ്രായം എൻ്റെ പ്രസ്ഥാനത്തെക്കുറിച്ചോ എൻ്റെ മറ്റ് കാര്യങ്ങളെക്കുറിച്ചോ ഉണ്ടെങ്കിൽ അത് പറയാനുള്ള വേദി എനിക്ക് എൻ്റെ പ്രസ്ഥാനം തന്നിട്ടുണ്ട്. പറയേണ്ട വേദികളിൽ ഞങ്ങൾ പറയും. ദയവ് ചെയ്ത് ഈ അഭിപ്രായം ഞാൻ സ്വാഭാവികമായിട്ട് ഇതൊക്കെ പറയാൻ കോൺഗ്രസിൻ്റെ ജനാധിപത്യം അത്രമേൽ സുന്ദരമാണ്. അത് അനുഭവിച്ചറിയുന്ന ആളുകളാണ് ഞങ്ങളൊക്കെ. സ്വാഭാവികമായിട്ട് അത് പറയാനുള്ള വേദിയുണ്ട്. പറയേണ്ട കാര്യങ്ങൾ എന്തായാലും അത് ഞങ്ങളുടെ പറയേണ്ട വേദികളിൽ പറയും. ദയവ് ചെയ്ത് മാധ്യമങ്ങൾ മിനിറ്റ് വെച്ച് എന്തോ തർക്കമാണ് എന്നൊക്കെ പറയുന്ന സമയം കൊണ്ട് വലിയ തർക്കം ആലപ്പുഴയിൽ നടക്കുക. സുധാകരനെ പോലെ പരിണിത പ്രജ്ഞനായ ഒരു CPM-ൻ്റെ ഇന്നലകൾ നയിച്ച നേതാവിനെയൊക്കെ വെട്ടി സൈസാക്കി മൂലക്കിടുന്നു എന്ന് മാത്രമല്ല, അദ്ദേഹത്തിനെ അപമാനിക്കുന്നുവെന്ന് അദ്ദേഹം പോലും പറയുമ്പോൾ അതിൻ്റെ റീലുകളോ അതിൻ്റെ വാർത്തകളോ ഒക്കെ വളരെ തുച്ഛമാണ്. എന്തായാലും ഞങ്ങൾക്ക് ജനാധിപത്യം കൂടുതലുള്ള പ്രസ്ഥാനമാണ്. എന്തെങ്കിലും അഭിപ്രായങ്ങളോ അഭിപ്രായ വ്യത്യാസമോ ഒക്കെ ഉണ്ടെങ്കിൽ പറയാനുള്ള അവസരം പാർട്ടിയിലുണ്ട്, അവിടെ പറയും. അല്ല, അങ്ങനെ ഒരു സംസ്ഥാനത്തിന് ആവശ്യമില്ലാത്തവരെ നാഷണൽ കമ്മിറ്റിയിലേക്ക് വിടുക, അതൊക്കെ നിങ്ങളുടെ ഒരു ധാരണയാണ്. ഇപ്പോൾ ഞാൻ NSCയുടെ ജനറൽ സെക്രട്ടറി പ്രവർത്തിച്ച ആളാണ്. അബിൻ NSC സെക്രട്ടറിയായിട്ട് പ്രവർത്തിച്ച ആളാണ്. അപ്പോൾ ഞങ്ങൾ സ്വാഭാവികമായിട്ട് കേരളത്തിലും പ്രവർത്തിച്ചിട്ടുണ്ട്, നാഷണൽ കമ്മിറ്റിയിലും പ്രവർത്തിക്കുന്നുണ്ട്. അതൊക്കെ എന്ന് കരുതി അത് ഞങ്ങളുടെ ഇപ്പോൾ എൻ്റെ പഞ്ചായത്തിലോ എൻ്റെ ബ്ലോക്കിലോ എൻ്റെ ജില്ലയിലോ എൻ്റെ സ്റ്റേറ്റിലോ അത് വിട്ടുപോയിക്കൊള്ളണം എന്നുള്ള സമീപനമൊന്നും ഈ പാർട്ടിയിലില്ല. ഞങ്ങൾക്കത് ദേശീയ ഭാരവാഹിത്വമാണെങ്കിലും സംസ്ഥാന ഭാരവാഹിത്വമാണെങ്കിലും യൂത്ത് കോൺഗ്രസ്സുകാരനായി KSUക്കാരെ ഞങ്ങളുടെയൊക്കെ വന്നിരിക്കുന്ന വഴികളിൽ ആ പ്രസ്ഥാനത്തോട് പ്രവർത്തനത്തോട് 100% നീതി പുലർത്തി മുന്നോട്ട് പോവുക എന്ന് മാത്രമാണ്. അത് പ്രസ്ഥാനം എന്താണോ തീരുമാനിക്കുന്നത് അതിൻ്റെ ഒപ്പം സഞ്ചരിക്കുക എന്നുള്ളതാണ്. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് അവസരമുണ്ട്, അവിടെ പറയും.